ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു അടുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴം ഒത്തിരി പഴുപ്പ് കൂടി പഴം എടുക്കാതിരിക്കാൻ നോക്കുക. ഒരു മീഡിയം ഒരു പഴുപ്പുള്ള പഴമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ 2 പഴം ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞ് വന്നിട്ടുള്ളത്. ഞാനത് പറയാം ഇത് എന്തുകൊണ്ടാണ് നീളത്തിൽ അരിഞ്ഞെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും ഇത് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു ബൗളിനകത്ത് 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒത്തിരി വേണ്ട, ഈ ഒരു മുട്ടയുടെ മിക്സിന് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടുന്നത് ഒരു 2-3 നുള്ള് ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഏലക്ക പൊടിയുടെ പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാല്, ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പാട പോലെ എടുക്കരുത്, നന്നായിട്ട് തന്നെ ഈ കണക്കിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ അതാ നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി ഈ ഒരു കണക്കിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, നുറുക്കിയിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു കശുവണ്ടി നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്ത് കോരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1/4 കപ്പ് തേങ്ങ ചെരുകിയത്, ഇത് ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ്, അതാണ് ഏറ്റവും കൂടുതൽ രുചി. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി ഇപ്പം പുറമേക്കുള്ളവർക്ക് അധികം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കിട്ടുക, അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് എല്ലാ മിക്സിലും ഇച്ചിരി പഞ്ചസാര ചേർക്കണം കേട്ടോ, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നിങ്ങളിപ്പോൾ വാനില എസൻസ് ആണ് ആ മുട്ടയിൽ ചേർത്തത് എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് ഏലക്കപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നിർത്താണ്. ഒത്തിരി നിറമൊങ്ങ് മാറി വരേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് മാറി ഒരു തേങ്ങ മൂത്ത് വരുന്നൊരു സ്മെല്ലിൽ നമുക്ക് നിർത്താം. അപ്പോൾ ഞാൻ ഇതും ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കത്തിച്ചിട്ടില്ല. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് പഴങ്ങൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ചെയ്യാനുള്ളത്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനകത്തോട്ട് അല്പം നെയ്യ്, അത് 1 ടീസ്പൂൺ മതിയോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചു കൊടുക്കണം. എങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ, കാരണം പെട്ടെന്ന് തന്നെ നമുക്കത് വിട്ടെടുക്കാൻ പറ്റും. ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്യൊക്കെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് പുരട്ടി ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം, അത് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ വളച്ച് വെക്കേണ്ടി വരും, ചിലപ്പോൾ ഇത് മുറിക്കേണ്ടി വരും. അതൊക്കെ ഓരോ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്രത്തിനേക്കാളും നീളത്തിലാണ് നമ്മുടെ പഴം ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ശ്രമമാണ്, കാരണം മുറിക്കണ്ടേന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്തു ഈ പാത്രത്തിന് കറക്റ്റ് ആയിരിക്കുന്നത്, പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് പഴത്തിന് നീളം കൂടി പോയത്. അപ്പം ഇനി ചെയ്യാനുള്ളത്, നമ്മളിതാ ഈ താഴെ ഈ പഴം മുറിച്ച് വെച്ചിട്ടുള്ള പഴം നിങ്ങൾ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് അത് പഴം വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഇത് നടുവേ മുറിച്ച് സെറ്റ് ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ മാക്സിമം കവർ ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു അടുക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പഴം തന്നെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചീലി കൊടുക്കുകയോ അല്ലെങ്കിൽ പൂളി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മുറിച്ച് കൊടുത്ത് കനം കുറച്ചൊന്ന് മുറിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുള്ളെടുത്ത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാത്രമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾക്ക് ഈ പഴത്തിൻ്റെ മേലെല്ലാം ആകത്തക്ക രീതിയിലും അതുപോലെ തന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഒഴിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. എങ്കിലാണ് നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഒരു ലെയറായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും അത് ഫില്ല് ചെയ്ത് കിട്ടത്തുള്ളൂ. ഈ ഗ്യാപ്പിലൊക്കെ നിങ്ങൾ ആ മുട്ടയുടെ മിക്സ് ഒഴിക്കാൻ മറക്കരുത്.
അങ്ങനെ മുട്ടയുടെ മിക്സൊക്കെ ഈ ഒരു രീതിയിൽ ബ്രഷൊക്കെ ചെയ്ത് ഗ്യാപ്പുള്ളിടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ തേങ്ങയുടെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, ആ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതും കൂടെ ഇതിൻ്റെ മേലെ തേങ്ങ നട്ട്സിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് കൈവച്ചിട്ട് കയ്യിലെടുത്തിട്ട് വെതറി കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ വീഴണം എന്നില്ല. അപ്പോൾ കൈ വെച്ചിട്ട് ഞാനതൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും സെറ്റ് ചെയ്ത് എടുക്കാം. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ. ആകുന്ന സമയം കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ആപ്പ് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇതൊരു ലേണിംഗ് ആപ്പാണ്. ഈ ആപ്പിന്റെ പേര് eFriend എന്നാണ്. ഇപ്പൊ തുടങ്ങി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ ഈ eFriend ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ അനുജന്മാരോ അഞ്ചത്തിമാരോ നമ്മുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലൊക്കെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പാണ് ഈ eFriend എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സിലബസ് ഇതിലിപ്പോ ഉടനെ നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ്, എന്താണ് ഏത് സിലബസിലാണ് ഇത് നമുക്ക് ഉപകാരപ്പെടാന്നുള്ളത്. അപ്പൊ ഇത് സ്റ്റേറ്റ് സിലബസ്, അതായത് കേരള സിലബസ് ആയിക്കോട്ടെ CBSE സിലബസ് ആയിക്കോട്ടെ, ഈ 2 സിലബസിന്റെയും മലയാളത്തിലുള്ള ക്ലാസ് ആണ് ഈ ആപ്പിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഓരോ ക്ലാസ്സിൽ ഇപ്പം നമുക്ക് ആ ഒരു ആപ്പിനകത്ത് കയറി കഴിഞ്ഞ് അവരവരുടെ റെസ്പെക്റ്റീവ് ക്ലാസ്സസ് എന്ന് പറയുന്ന പോലെ അവരുടെ ഓരോ ക്ലാസ്സിൽ പോയിട്ട് അവർക്ക് ഈ ഒരു പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അതിനകത്തുനിന്ന് കിട്ടും. പിന്നെ നമുക്ക് മുന്നത്തെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പറ്റും. എന്തും ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന A to Z കാര്യങ്ങൾ ഈ ഒരു ആപ്പിൽ ഓരോ ക്ലാസ്സിലും 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള എല്ലാവർക്കും അത് ലഭ്യമാണ്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു എന്നിരിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ ആ ഒരു ക്ലാസ്സിൽ പോയിട്ട് അവർക്ക് കമന്റ് ബോക്സ് ഉണ്ട്, ആ കമന്റിൽ അറിയിക്കുക, അതായത് ഇങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ അത് 2 രീതിയിൽ അവർ അതിന് സോൾവ് ചെയ്യും. ഒന്ന്, നമ്മുടെ ഒരു ഡൗട്ടും എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ മിക്ക കുട്ടികളും ആ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഒരു വീഡിയോ അവർ ഇടുന്നതാണ് അധ്യാപകര്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞുതരും. ഇനി അതല്ല, നമ്മൾ മാത്രമേ ആ ഒരു സംശയം ചോദിച്ചിട്ടുള്ളൂ എന്ന് വെക്കുക. അങ്ങനെ വരുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അധ്യാപകൻ നമ്മളെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഫുൾ A+ മേടിക്കാൻ അല്ലെങ്കിൽ 100% മാർക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും A to Z കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് പോയി നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്യണം. അതിനകത്ത് ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു അധ്യയന വർഷത്തേക്ക് 1999 രൂപയാണ്. എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഒന്ന് മിസ്സായി എന്ന് ഓർത്താൽ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് മിസ്സായി എന്ന് വരാം, ഇന്റർനെറ്റിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ വിഷമിക്കൊന്നും വേണ്ട, ഈ ഒരു സംഭവം ഉണ്ട്. ഇതിനകത്ത് കയറുക, മിസ്സായ ക്ലാസ്സുകളെല്ലാം ഈ ഒരു ആപ്പ് വഴി പഠിക്കുക, ഫുൾ മാർക്ക് മേടിക്കുക. അപ്പം ഡീറ്റെയിൽസ് കൊടുക്കാം, ഒന്ന് കയറി നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്ത് ആ മുട്ടയുടെ ബാക്കി വന്നതും ആ ഒരു പഴത്തിൻ്റെ മേലൊന്ന് ഒഴിച്ചങ്ങ് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിൽ എത്ര ബാക്കി വന്നു എന്നതിനനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അടുത്തത് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് മേലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട്, ഞാനിപ്പോൾ ഒരു അടുപ്പ് വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഒരു 15 മിനിറ്റോളം, എനിക്ക് സത്യത്തിൽ ചില സമയമൊക്കെ ഉണ്ടാക്കുമ്പോൾ 15 മിനിറ്റിനകത്തും, ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 12 മിനിറ്റിനകത്തൊക്കെ ആയി കിട്ടിയായിരുന്നു. ഞാൻ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് എനിക്കിതായി വന്നത്. അപ്പം ഞാനതൊന്ന് നോക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പം സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടോ, ഒരു മുട്ടയുടെ ഒരു ചെറിയ കുറച്ചൊന്ന് ആകാത്ത പോലെയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പാത്രം എടുത്തൊന്ന് ചുറ്റിക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഞാനൊന്ന് വെക്കുന്നുണ്ട്.
അങ്ങനെ 12 മിനിറ്റ് കഴിഞ്ഞു. മുട്ട മേലത്തെ ഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് കണ്ടോ, ഈ സൈഡുകളിലൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമാണ് നമുക്ക്. എന്നിട്ട് ഇതൊരു മറ്റൊരു പാനിലോട്ട് ഇതൊന്ന് മറിച്ചിടണം. കാരണം ഈ ഒരു ഭാഗം കൂടെ നമുക്കിപ്പോൾ കാണുന്ന ഭാഗം കൂടെ അതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ, പഴയൊരു ഫ്രൈങ് പാനാണ്, അതെടുത്തിട്ട് അതിനകത്തോട്ട് വേണമെങ്കിൽ അല്പം നെയ്യൊക്കെ പുരട്ടാം. ഞാൻ നെയ്യൊന്നും പുരട്ടിയില്ല, അങ്ങനെ തന്നെ മറിച്ചിടാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് വെക്കാം. മേലെ വെച്ച് ഒന്ന് അതിൻ്റെ ഒരു പച്ച വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതാ നമ്മുടെ സൂപ്പർ പഴ അടുക്ക് ഇവിടെ റെഡിയാണ്. ഇത് മലബാർക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മലബാർക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ട്രൈ ചെയ്തവർ വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നമ്മളെപ്പോഴും സാധാരണ പഴംപൊരിയൊക്കെയാണ് അല്ലെങ്കിൽ പഴംപോളിയൊക്കെയാണ് ഈ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുക. അത് അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടില്ല സത്യം പറഞ്ഞത് ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസിയാണ്. വളരെ കുറച്ച് നെയ്യും അല്ലെങ്കിൽ എണ്ണയ്ക്കാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കണ്ടേ എങ്ങനെയാണ് ഇതിനകം ഇരിക്കണേന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ആ കത്തി പോകുന്ന പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്, കാണാൻ അതിലേറെ ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിലുള്ള പഴവും മുട്ട, തേങ്ങ, കശുവണ്ടി അതിൻ്റെ ഒക്കെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടെ അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.